അപ്പോൾ ഇന്ന് രാവിലെ ഡൽഹിയിൽ വെച്ച് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു. അതിനുശേഷം ഇന്ന് കോഴിക്കോട് വെച്ച് മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട്. ഗവർണർ പ്രകോപിപ്പിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്നാണ് എൻ്റെ മറുപടി. കാരണം അദ്ദേഹം അദ്ദേഹം വെല്ലുവിളിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്, ഞാൻ കോഴിക്കോട് വരുമ്പോൾ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ താമസിക്കണമെന്നാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ എന്നെ ഒരു ക്യാമ്പസിലും പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഗസ്റ്റ് ഹൗസിൽ തന്നെ താമസിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ മുഖാമുഖം വെല്ലുവിളിക്കുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നു. SFI പറയുന്നു ഒരു ക്യാമ്പസിലും ചാൻസലറെ കാലുകുത്തിക്കില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ കാലുകുത്തും എന്ന് ഗവർണർ വെല്ലുവിളിക്കുന്നു. അപ്പോൾ ഗവർണറെ പോലെ ഒരു ഉന്നത പദവിയിലിരിക്കുന്ന ഒരാൾ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഒരു പ്രതിഷേധത്തെ ഇത്തരത്തിൽ തെരുവിൽ നേരിടേണ്ട ആളാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. രണ്ടാമത്, കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമായിട്ട് ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ വളരെ ഗൗരവതരമായ പ്രസ്താവനകളാണ്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞത്, ആദ്യത്തെ കരിങ്കൊടി പ്രതിഷേധത്തെക്കുറിച്ച് പറഞ്ഞത്, രണ്ടാമത്തെ കരിങ്കൊടി പ്രതിഷേധത്തെക്കുറിച്ച് പറഞ്ഞത്, പോലീസിൻ്റെ ജീപ്പിൽ വിദ്യാർത്ഥികളെ കൊണ്ടുവന്ന് ഇറക്കി അങ്ങനെയാണ് അവിടെ പ്രതിഷേധം സംഘടിപ്പിച്ചത് എന്നാണ്. അത് സംബന്ധിച്ച് ഇതുവരെ ഒരു തെളിവും നമ്മുടെ മുമ്പിലില്ല. പോലീസിൻ്റെ ജീപ്പിലാണോ ഈ പ്രതിഷേധക്കാർ വന്നത്, പോലീസിൻ്റെ ഒത്താശയോടെയാണോ അവിടെ ഈ പ്രതിഷേധം നടന്നത് എന്നതിനെ സംബന്ധിച്ച് യാതൊരു തെളിവുമില്ല. പക്ഷേ ഗവർണറെ പോലെ ഒരാൾ ഇത്തരത്തിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുമ്പോൾ അത് ഉത്തരവാദിത്വത്തോടുകൂടി നടത്തേണ്ടതുണ്ട്. ഈ നിമിഷം വരെ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട ഒരു തെളിവും പറഞ്ഞിട്ടില്ല. രണ്ട്, ഇവരെ ഹയർ ചെയ്തിരിക്കുകയാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നു. മുഖ്യമന്ത്രിക്ക് നേരെയാണ് ഇപ്പോൾ ഗവർണർ തിരിഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ SFIയും ഗവർണറുമായി നടക്കുന്ന ഏറ്റുമുട്ടലിനേക്കാൾ പ്രധാനമായി ഞാൻ കാണുന്നത് ഗവർണർ ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത് മുഖ്യമന്ത്രിയെ നേരിട്ടാണ് എന്നുള്ളതാണ്. അതായത് സ്റ്റേറ്റ് വേഴ്സസ് ഗവർണർ എന്നൊരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതൊരു ചെറിയ സാഹചര്യമല്ല. മാത്രമല്ല, ഗവർണർ എന്ന് പറയുന്നുണ്ടെന്നേ, ഞാൻ ആരോടും അക്കൗണ്ടബിൾ അല്ല, ഒരൊറ്റ ആളോട് മാത്രമാണ് അക്കൗണ്ടബിൾ ആയിരിക്കുന്നത്, അത് ഇന്ത്യയുടെ പ്രസിഡന്റിനോട് മാത്രമാണ് എന്ന്. അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. കാരണം വെച്ചാൽ നമ്മുടെ ഈ സമൂഹത്തിലാണ് നിങ്ങളെല്ലാവരും പ്രവർത്തിക്കുന്നത്. നമ്മളെല്ലാം ഓരോ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് ഈ സമൂഹത്തിനുള്ളിലാണ് പ്രവർത്തിക്കുന്നത്. ഗവർണർ, പ്രസിഡന്റ് എന്നൊക്കെ പറയുന്നവർ ഈ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ആളുകളൊന്നുമല്ല. അവർക്ക് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് ജനങ്ങളോട് വിശദീകരിക്കേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ സമൂഹത്തെ വെല്ലുവിളിക്കുന്നു, സർക്കാരിനെ വെല്ലുവിളിക്കുന്നു, വിദ്യാർത്ഥി സംഘടനയെ വെല്ലുവിളിക്കുന്നു. ഈ രീതി ഗവർണർ എടുക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അത് ഒരു പ്രശ്നത്തെ എന്താ പറയുക, ഒരു സമവായത്തിൻ്റെ അന്തരീക്ഷമോ സമാധാനത്തിൻ്റെ അന്തരീക്ഷമോ ഉണ്ടാക്കില്ല. ഗവർണറെ പോലെ പരിണിതപ്രജ്ഞനായിട്ടുള്ള ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഒരു വലിയ രാഷ്ട്രീയ ജീവിതമുണ്ട്. ആ രാഷ്ട്രീയ ജീവിതം, പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രായം, ആ പ്രായവും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പരിചയവും ഒക്കെ വെച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ സാമൂഹിക ബോധം, അദ്ദേഹത്തിൻ്റെ ചരിത്രബോധം, ഇതെല്ലാം വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ നേരിടേണ്ട രീതിയിലല്ല നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത് പ്രകോപനം സൃഷ്ടിക്കലാണ്. ഈ പറയുന്ന ഏറ്റുമുട്ടൽ ഒരു വലിയ ക്രമസമാധാന പ്രശ്നമായി വരുന്ന ആളുകളിൽ വികസിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. രണ്ടു കൂട്ടരും വിട്ടുവീഴ്ച ചെയ്യാതെ eye to eye സിറ്റുവേഷനാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അതിനൊക്കെ അപ്പുറത്ത് ഒരു സ്റ്റേറ്റിനെ വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് ഗവർണർ പോയിരിക്കുന്നു. മുഖ്യമന്ത്രിയിലേക്കാണ് സംശയത്തിൻ്റെ വിരൽമുന അദ്ദേഹം ചൂണ്ടുന്നത്. അതൊരു നല്ല സാഹചര്യമല്ല. Meet the editors.